ഹലോ എവരി വൺ ആൻഡ് വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. സോ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ നോക്കാൻ പോകുന്നത് നമ്മുടെ എത്തിക്കൽ ഹാക്കിംഗ് സീരീസിൻ്റെ കണ്ടിന്യൂഷനാണ്. നിങ്ങളൊരു ബിഗിനറാണ്, കംപ്ലീറ്റ്ലി ബിഗിനർ ആണെങ്കിൽ നിങ്ങൾ ഈ ഒരു സീരീസിൻ്റെ ആദ്യം മുതലുള്ള വീഡിയോ കണ്ടു വന്നാൽ മാത്രമേ നിങ്ങൾക്ക് ഞാൻ പറയുന്ന കാര്യങ്ങളൊക്കെ മനസ്സിലാവൂ. സോ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ ആ ഒരു പ്ലേലിസ്റ്റ് കൊടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് ആ ഒരു പ്ലേലിസ്റ്റ് ക്ലിക്ക് ചെയ്ത് ഫസ്റ്റ് വീഡിയോ മുതൽ കണ്ട് ഈ ഒരു വീഡിയോയിൽ വന്നാൽ കുറച്ചും കൂടെ ബെറ്റർ ആയിരിക്കും. അല്ല നിങ്ങൾക്കൊരു കുറച്ച് ഐഡിയയും കാര്യങ്ങളൊക്കെ ഉണ്ട് എന്നുണ്ടെങ്കിൽ ഈ ഒരു വീഡിയോ ഡയറക്റ്റ് നിങ്ങൾക്ക് കാണാം. സോ നമുക്ക് ടൈം കളയാതെ നേരെ വീഡിയോയിലോട്ട് പോകാം. സോ നമ്മൾ ഇത്രയും നാളത്തെ വീഡിയോയിൽ നമ്മൾ ഫസ്റ്റ് സർവർ സൈഡ് വൾണറബിലിറ്റിയാണ് നമ്മളിപ്പോൾ കവർ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതിൽ നമ്മൾ പാത്ത് ട്രാവേഴ്സൽ കംപ്ലീറ്റ്ലി കവർ ചെയ്തു. ഇതിപ്പോൾ ബ്രോക്കൺ ആക്സസ് കൺട്രോളിൻ്റെ ഓരോ പാർട്ടായിട്ട് നമ്മൾ കവർ ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. അതിൽ നമ്മൾ വെർട്ടിക്കൽ പ്രിവിലേജ് എസ്കലേഷൻ എന്താണെന്ന് പറഞ്ഞു, അതെങ്ങനെയാണ് ഫൈൻഡ് ചെയ്യുന്നുള്ള ലാബ് നമ്മൾ സോൾവ് ചെയ്തു. ഇത് നമ്മുടെ നെക്സ്റ്റാണ്. ആ ബ്രോക്കൺ ആക്സസ് കൺട്രോളിൽ വരുന്ന ഒരു വൾണറബിലിറ്റിയാണ് ഹൊറിസോണ്ടൽ പ്രിവിലേജ് എസ്കലേഷൻ. നിങ്ങൾ കഴിഞ്ഞ വീഡിയോ കണ്ടില്ലെങ്കിൽ നിങ്ങൾക്ക് ജസ്റ്റ് ഒന്ന് ഞാൻ പറഞ്ഞുതരാം. വെർട്ടിക്കൽ പ്രിവിലേജ് എസ്കലേഷൻ എന്താണെന്ന് വെച്ചാൽ നമ്മളൊരു യൂസറിൽ നിന്ന് നമ്മുടെക്കാളും പെർമിഷനുള്ള വേറൊരു യൂസർ, ലൈക്ക് ഒരു യൂസറിൽ നിന്ന് അഡ്മിനിലോട്ട് ആക്സസ് എടുക്കുക, ഇല്ലെങ്കിൽ ഒരു എംപ്ലോയിൽ നിന്ന് അഡ്മിനിലോട്ട് ആക്സസ് എടുക്കുക. ഈ ഒരു തരത്തിലൊക്കെ നമുക്ക് ആക്സസ് കിട്ടിക്കഴിഞ്ഞാൽ അതിനെ നമുക്ക് വെർട്ടിക്കൽ പ്രിവിലേജ് എസ്കലേഷൻ എന്ന് പറയാം. ഓക്കെ, സോ നിങ്ങൾക്ക് ആ ഒരു വീഡിയോയിൽ നമ്മൾ കംപ്ലീറ്റ്ലി പറഞ്ഞിട്ടുണ്ട്. നിങ്ങൾക്ക് ആ ഒരു വീഡിയോ കാണാം. ഇന്ന് നമ്മൾ പറയാൻ പോകുന്നത് ഹൊറിസോണ്ടൽ പ്രിവിലേജ് എസ്കലേഷൻ ആണ്. ഓക്കെ, ഈ ഹൊറിസോണ്ടൽ പ്രിവിലേജ് എസ്കലേഷൻ എന്താണെന്ന് പറഞ്ഞാൽ നമ്മൾ നേരത്തെ വെർട്ടിക്കലിൽ നമ്മൾ പറഞ്ഞത് ഒരു യൂസറിൽ നിന്ന് യൂസറിനേക്കാളും പെർമിഷൻ ഉള്ള ഒരു യൂസറിലോട്ട് സ്വിച്ച് ചെയ്യുക അല്ലെങ്കിൽ ആക്സസ് ഗെയിൻ ചെയ്യുക. ഈ ഹൊറിസോണ്ടൽ പ്രിവിലേജ് എസ്കലേഷൻ വരുന്ന ടൈമിൽ എന്താണെന്ന് വെച്ചാൽ നമ്മളൊരു നോർമൽ യൂസറിൽ നിന്ന് വേറൊരു യൂസറിലോട്ട് തന്നെ നമ്മൾ ആക്സസ് ഗെയിൻ ചെയ്യുന്നതിനെയാണ് ഈ ഹൊറിസോണ്ടൽ പ്രിവിലേജ് എസ്കലേഷൻ എന്ന് പറയുന്നത്. ഫോർ എക്സാമ്പിൾ, ഒരു എംപ്ലോയിൽ നിന്ന് വേറൊരു എംപ്ലോയിലോട്ട് നമ്മൾ ഒരു ആക്സസ് എടുക്കുക, ഇല്ലെങ്കിൽ എന്നെ കൺസിഡർ ചെയ്യുക. ഞാൻ ഒരു യൂസറാണ്. എൻ്റെ അക്കൗണ്ടിൽ ഞാൻ ലോഗിൻ ചെയ്തതിന് ശേഷം വേറൊരു യൂസറിൻ്റെ ഡീറ്റെയിൽസൊക്കെ എനിക്ക് കാണാൻ പറ്റിക്കഴിഞ്ഞാൽ അതിനെ നമുക്ക് ഈ ഹൊറിസോണ്ടൽ പ്രിവിലേജ് എസ്കലേഷൻ എന്ന് പറയാം. അത് നമുക്ക് പലതരത്തിൽ നമുക്ക് ആ ഒരു പ്രിവിലേജ് എസ്കലേഷൻ ചെയ്യാൻ പറ്റും. ഇവിടെ നിങ്ങൾക്ക് കാണിച്ചിരിക്കുന്ന ഒരു എക്സാമ്പിൾ ഐഡോർ എന്ന് പറയുന്ന ഒരു രീതിയിൽ നമുക്ക് ഐഡോർ എന്ന് വെച്ചാൽ ഇൻസെക്യൂർ ഡയറക്റ്റ് ഒബ്ജക്റ്റ് റെഫറൻസ് എന്ന് പറയും. ആ ഒരു തരത്തിൽ നമ്മൾ ഈ ഒരു ഈ ആക്സസ് ഗെയിൻ ചെയ്യുന്നതിനെയാണ് ഇവിടെ ഒരു എക്സാമ്പിൾ കാണിച്ചിരിക്കുന്നത്. ഇതെന്താ സംഭവം വെച്ചാൽ ഇവിടെ നിങ്ങൾക്ക് ഒരു ഐ ഡി എന്ന് പറഞ്ഞൊരു പാരാമീറ്റർ കാണാം. ഇവിടെ നിങ്ങൾക്ക് ഐ ഡി 1234 എന്ന് കാണാം. ഇത് ഒരു യൂസറിൻ്റെ ഐ ഡിയാണ് 1234. ഫോർ എക്സാമ്പിൾ, ഇത് എൻ്റെ യൂസറിൻ്റെ ഐ ഡിയാണ് 1234. എനിക്ക് തന്നിരിക്കുന്ന ഒരു ഐ ഡിയാണ്. ഞാൻ ഇത് മാറ്റി 123 ഞാൻ ഇത് മാറ്റിയിട്ട് 123 മാറ്റി 124 ആക്കി കഴിഞ്ഞാൽ എനിക്ക് വേറൊരു യൂസറിൻ്റെ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ കാണാൻ പറ്റിക്കഴിഞ്ഞാൽ അതിനെയാണ് ഈ ഒരു ഹൊറിസോണ്ടൽ പ്രിവിലേജ് എസ്കലേഷൻ എന്ന് പറയുന്നതും. അതുപോലെ ഈ ഒരു മെത്തേഡിനെയാണ് ഈ ഐഡോർ എന്ന് പറയുന്നത്. ഈ ഐ ഡി ചേഞ്ച് ചെയ്തിട്ട് നമുക്ക് ആക്സസും കാര്യങ്ങളൊക്കെ ഗെയിൻ ചെയ്യാൻ പറ്റിക്കഴിഞ്ഞാൽ അതിനെ നമുക്ക് ഐഡോർ എന്ന് വിളിക്കാം. ഇത് കോമൺ ആയിട്ട് നിങ്ങൾക്ക് പല വെബ്സൈറ്റിലും ഇപ്പോഴും ഫൈൻഡ് ചെയ്യാൻ പറ്റുന്ന ഒരു വൾണറബിലിറ്റിയാണ്. സോ ജസ്റ്റ് നിങ്ങൾക്ക് ഏതെങ്കിലുമൊക്കെ വെബ്സൈറ്റ് ടെസ്റ്റ് ചെയ്യുന്ന ടൈമിൽ ഈ ഒരു വൾണറബിലിറ്റി ഫൈൻഡ് ചെയ്യാൻ ശ്രമിക്കുക. സോ നിങ്ങൾക്ക് ഹൊറിസോണ്ടൽ പ്രിവിലേജ് എസ്കലേഷനും വെർട്ടിക്കൽ പ്രിവിലേജ് എസ്കലേഷനും തമ്മിലുള്ള ഡിഫറൻസ് എന്താണ്, അതുപോലെ എങ്ങനെ ഫൈൻഡ് ചെയ്യുക എന്നുള്ള കാര്യങ്ങളൊക്കെ മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ഞാൻ ഇനിയിപ്പോൾ ഈ ഹൊറിസോണ്ടൽ പ്രിവിലേജ് എസ്കലേഷനിൽ നമുക്കൊരു ലാബ് സോൾവ് ചെയ്ത് അതിൻ്റെ എക്സാമ്പിൾ നമുക്ക് നോക്കാം. സോ ജസ്റ്റ് ഇവിടെ കാണാം, യൂസർ ഐ ഡി കൺട്രോൾ ബൈ റിക്വസ്റ്റ് പാരാമീറ്റർ വിത്ത് അൺപ്രഡിക്റ്റബിൾ യൂസർ ഐ ഡീസ് എന്നാണ് ഈ ഒരു ലാബിൻ്റെ പേര്. ഇവിടെ നിങ്ങൾക്ക് കാണാം എന്താ സംഭവം എന്ന് വെച്ചാൽ ഇവിടെ ഈ ഒരു യൂസറായിട്ട് നമ്മൾ ലോഗിൻ ചെയ്തതിന് ശേഷം ഈ കാർലോസ് എന്ന് പറയുന്ന യൂസറിൻ്റെ API കീ നമുക്ക് കണ്ടുപിടിക്കണം. അതാണ് ഈ ഒരു ലാബ് നമ്മൾ ചെയ്യേണ്ടത്. ഇവിടെ നിങ്ങൾക്ക് ഇവിടെ സൊല്യൂഷനും കാര്യങ്ങളൊക്കെ കാണാം. സോ നമുക്ക് ഡയറക്റ്റ് ലാബ് ആക്സസ് ചെയ്യാം. അതിന് മുമ്പായിട്ട് ഞാൻ ജസ്റ്റ് ബർപ്പ് സ്യൂട്ട് ഓൺ ആക്കണം നമുക്ക്. സോ നിങ്ങൾ ബർപ്പ് സ്യൂട്ട് ഇൻസ്റ്റാൾ ചെയ്തതിന് ജസ്റ്റ് ഇൻസ്റ്റാൾ ചെയ്യുക. ബിക്കോസ് ലിനക്സിലാണെങ്കിൽ ഇൻബിൽട്ടായിട്ട് തന്നെ വരുന്നുണ്ട്. അല്ലാത്ത യൂസേഴ്സാണ് യുബുണ്ടു ഒക്കെ ആണെങ്കിൽ ജസ്റ്റ് ഒന്ന് ബർപ്പ് സ്യൂട്ട് ഇൻസ്റ്റാൾ ആക്കുക. നിങ്ങൾക്ക് വെബ്സൈറ്റിൽ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ടൂളാണ്. സോ ജസ്റ്റ് നിങ്ങൾ ആ ഒരു ടൂൾ ഇൻസ്റ്റാൾ ചെയ്യുക. സോ ഞാൻ ഇവിടെ ഓൾറെഡി ഇൻസ്റ്റാൾ ആണ്. സോ ഞാൻ അത് ജസ്റ്റ് ഒന്ന് ഓണാക്കാം. സോ ഞാൻ എൻ്റെ ആ ഒരു ബർപ്പ് സ്യൂട്ടും കാര്യങ്ങളൊക്കെ ഓണാക്കി. ഇനി ജസ്റ്റ് ഒന്ന് കോൺഫിഗർ ചെയ്യണം. കോൺഫിഗർ ചെയ്യാൻ ജസ്റ്റ് നെക്സ്റ്റ് സ്റ്റാർട്ട് ബർപ്പ് കൊടുക്കുക. അപ്പോൾ ബർപ്പ് സ്യൂട്ട് ഓണായി വരും. ഓക്കെ, ഇവിടെ ജസ്റ്റ് പ്രോക്സി ഇൻ്റർസെപ്റ്റ് ഓൺ കൊടുക്കുക. ഇപ്പോഴേ കൊടുക്കേണ്ട ആവശ്യമില്ല.
ഇവിടെ ബബ് സ്യൂട്ട് ഓണാക്കുക. സോ ഇത്രയേ ഉള്ളൂ. നമുക്ക് എന്നിട്ട് ലാബ് ആക്സസ് ചെയ്യാം. ഇവിടെ ഇപ്പോൾ നമ്മൾ ലാബും കാര്യങ്ങളൊക്കെ ലോഡായി വരുന്നുണ്ട്. ജസ്റ്റ് ഒന്ന് വെയിറ്റ് ചെയ്യുക, ബിക്കോസ് നെറ്റ് ഇഷ്യൂ കാരണം കുറച്ച് ലാഗാവാൻ ചാൻസ് ഉണ്ട്. സോ നമുക്ക് ജസ്റ്റ് ഒന്ന് വെയിറ്റ് ചെയ്ത് ലോഡായി വരുന്നത് വരെ ഒന്ന് വെയിറ്റ് ചെയ്യാം. ഇവിടെ നിങ്ങൾക്ക് ഇവിടെ സൊല്യൂഷനും കാര്യങ്ങളൊക്കെ തൊട്ട് താഴെ തന്നെ കാണാം. ഓക്കെ, ഇവിടെ നിങ്ങൾക്ക് സൊല്യൂഷനും കാര്യങ്ങളൊക്കെ തന്നിട്ടുണ്ട്. നിങ്ങൾക്ക് ചെയ്യാൻ പറ്റില്ല, ജസ്റ്റ് അത് വായിച്ചിട്ട് വേണമെങ്കിൽ നിങ്ങൾക്ക് ചെയ്യാം. ഓക്കെ, ഇവിടെ ഞാൻ നോട്ട് സോൾവ് ആണ്. ഇവിടെ നിങ്ങൾക്ക് തന്നിരിക്കുന്ന ഇവിടെ ഒരു യൂസർ പാസ്വേഡും യൂസർ നെയിം പാസ്വേഡും തന്നിട്ടുണ്ട്. സോ അത് വെച്ച് ജസ്റ്റ് ഒന്ന് ലോഗിൻ ചെയ്യുക. ഇവിടെ നമുക്ക് ഹിസ്റ്ററിയും കാര്യങ്ങളൊക്കെ ക്യാപ്ചർ ആവുന്നുണ്ട്. സോ ജസ്റ്റ് നമുക്ക് പാസ്വേഡ് കോപ്പി ചെയ്യാം. ഓക്കെ, പാസ്വേഡ് കോപ്പി ചെയ്യുക, ഇവിടെ കൊണ്ട് പേസ്റ്റ് ചെയ്യുക, എന്നിട്ട് ലോഗിൻ ചെയ്യുക. ഇവിടെ ലോഗിൻ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് കാണാം യൂസർ നെയിം എന്ന് പറഞ്ഞിട്ട് ആ ഒരു API കീ ഇവിടെ നിങ്ങൾക്ക് ഇവിടെ കാണാം. ഇത് നമ്മുടെ ഈ ഒരു ഇപ്പം നമ്മൾ ലോഗിൻ ചെയ്ത യൂസറിൻ്റെ API കീയാണ്. നമുക്ക് ഫൈൻഡ് ചെയ്യേണ്ടത് ഈ കാർലോസ് എന്ന് പറയുന്ന യൂസറിൻ്റെ API കീയാണ്. അതെങ്ങനെ ഫൈൻഡ് ചെയ്യാമെന്ന് നോക്കാം. ഇവിടെ നമുക്ക് ഹോമിൽ പോയി നോക്കുമ്പോൾ ഇവിടെ ഒരുപാട് ബ്ലോഗും കാര്യങ്ങളൊക്കെ ഇട്ടിരിക്കുന്നത് കാണാം. ജസ്റ്റ് നമുക്ക് ഓരോന്നായിട്ട് ജസ്റ്റ് ഒന്ന് നോക്കാം. ഇവിടെ കണ്ടോ, ഈ ഒരു ബ്ലോഗ് എഴുതിയിരിക്കുന്നത് കാർലോസ് എന്ന് പറയുന്ന ഒരു യൂസറാണ്. സോ ഈ ഒരു ബ്ലോഗ് ഓപ്പൺ ചെയ്യുന്ന ടൈമിൽ നമുക്ക് മേ ബി ആ ഒരു ഇത് കിട്ടാൻ ചാൻസ് ഉണ്ട്. ഇവിടെ നമുക്ക് അഡ്മിനിസ്ട്രേറ്റർ എന്ന് പറഞ്ഞിട്ടൊരു ഇതുണ്ട്. ജസ്റ്റ് നമുക്ക് ബബ് സ്യൂട്ടിൽ പോവുക. ബബ് സ്യൂട്ടിൽ പോയിട്ട് നമുക്ക് ഓരോ റിക്വസ്റ്റായിട്ട് ഇൻ്റർസെപ്റ്റ് ചെയ്ത് നോക്കാം. ഇൻ്റർസെപ്റ്റ് ചെയ്യുക, ജസ്റ്റ് വ്യൂ പോസ്റ്റ് കൊടുക്കുക. വ്യൂ പോസ്റ്റ് കൊടുക്കുമ്പോൾ പോസ്റ്റ് ID ജസ്റ്റ് ഫോർവേഡ് കൊടുക്കുക. ജസ്റ്റ് ഒന്ന് ഫോർവേഡ് കൊടുക്കുക. നമുക്ക് നോക്കാം എന്തെങ്കിലും ഐഡിയോ കാര്യങ്ങളൊക്കെ പാസ് ചെയ്യുന്നുണ്ടോ. സോ ഇവിടെ ഒരു ഐഡിയും പാസ് ചെയ്തില്ല. ജസ്റ്റ് ഒന്നും കൂടെ റിഫ്രഷ് അടിച്ച് നോക്കാം. ഓക്കെ, ഇവിടെ ഒരു ID പാസ് ചെയ്തില്ല. ജസ്റ്റ് നമുക്ക് ഈ ഒരു അഡ്മിൻ എന്ന് പറയുന്നത് ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്ത് നോക്കാം. അഡ്മിനിസ്ട്രേറ്റർ, ഇപ്പോൾ നിങ്ങൾക്ക് ഇവിടെ കാണാം യൂസർ ID എന്ന് പറഞ്ഞൊരു ID പാസ് ചെയ്യുന്നുണ്ട്. മേ ബി ഇതായിരിക്കാം അഡ്മിനിസ്ട്രേറ്ററിൻ്റെ യൂസർ ID. നമുക്ക് അഡ്മിനിസ്ട്രേറ്ററിൻ്റെ യൂസർ ID അല്ല വേണ്ടത്, നമുക്ക് കാർലോസിൻ്റെ ആണ്. സോ ജസ്റ്റ് നമുക്ക് ഫോർവേഡ് ചെയ്തിട്ട് കാർലോസിൻ്റെ ബ്ലോഗ് ഉണ്ടോ എന്ന് നമുക്ക് തപ്പാം. നേരത്തെ നമുക്ക് കിട്ടിയതാണ്. സോ ജസ്റ്റ് ബാക്ക് ടു ബ്ലോഗ് കൊടുക്കുക. എന്നിട്ട് ഇവിടെ നിങ്ങൾക്ക് ഒരു പോസ്റ്റ് കാണാം. ഇത് എഴുതിയിരിക്കും കാർലോസാണ്. സോ നമുക്ക് കാർലോസിൻ്റെ ID കിട്ടണം. അതിന് വേണ്ടിയിട്ട് ജസ്റ്റ് കാർലോസിൽ ക്ലിക്ക് ചെയ്യുക. ക്ലിക്ക് ചെയ്യുന്ന ടൈമിൽ ഇവിടെ നിങ്ങൾക്ക് കാണാം യൂസർ ID എന്ന് പറഞ്ഞ് നമുക്ക് കാർലോസിൻ്റെ യൂസർ ID കിട്ടുന്നത്. ജസ്റ്റ് സെൻഡ് ടു റിപ്പീറ്റർ കൊടുക്കുക. സെൻഡ് ടു റിപ്പീറ്റർ കൊടുക്കുമ്പോൾ ഇവിടെ നിങ്ങൾക്ക് ID കാണാം. ജസ്റ്റ് ആ ഒരു ID ഞാൻ കോപ്പി ചെയ്യുന്നു, എന്നിട്ട് എൻ്റെ നോട്ട് പാഡിൽ ഞാൻ പേസ്റ്റ് ചെയ്യുന്നു. ഓക്കെ, നമുക്കിവിടെ ആ ഒരു യൂസറിൻ്റെ ID ഇവിടെ കിട്ടിക്കഴിഞ്ഞു. ഇനി നമുക്ക് ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ചാൽ ഈ ഒരു API കീ ഫൈൻഡ് ചെയ്യണം. API കീ ഫൈൻഡ് ചെയ്യാൻ വേണ്ടി ജസ്റ്റ് നമ്മൾ വീണ്ടും ഇൻ്റർസെപ്റ്റ് ഓൺ ആക്കുക. എന്നിട്ട് ഇവിടെ നമുക്ക് മൈ അക്കൗണ്ടിൽ പോവാം. മൈ അക്കൗണ്ടിൽ പോകുന്ന ടൈമിൽ ഓക്കെ, ഇവിടെ മൈ അക്കൗണ്ട് ID എന്ന് പറഞ്ഞ് ഇവിടെ ഒരു ID പാസ് ചെയ്യുന്നുണ്ട്. ജസ്റ്റ് നമുക്ക് റിപ്പീറ്ററിൽ പോവാം, സെൻഡ് ചെയ്യുക, ഫോർവേഡ് അടിച്ച് ഓഫാക്കുക. സോ ഇപ്പോൾ നിങ്ങൾക്ക് കാണാം മൈ അക്കൗണ്ട് ID എന്ന് പറഞ്ഞ് ഇവിടെ ഒരു ID കിട്ടി. നമുക്ക് ജസ്റ്റ് സെൻഡ് ചെയ്യുന്ന ടൈമിൽ നിങ്ങൾക്കിവിടെ കാണാം. ജസ്റ്റ് താഴോട്ട് പോകുമ്പോൾ ഇവിടെ യൂസർ ID API കീ എന്ന് പറഞ്ഞിട്ട് ഇവിടെ ഒരു API കീ നമുക്ക് കാണാൻ പറ്റും. ഇത് നമ്മുടെ ഈ ഒരു യൂസറിൻ്റെ, നമ്മളിപ്പോൾ ലോഗിൻ ചെയ്ത യൂസറിൻ്റെ ഇതാണ്. സോ ഇനി നമുക്ക് കാർലോസിൻ്റെ ID നമുക്കിവിടെ കിട്ടിക്കഴിഞ്ഞു. ജസ്റ്റ് ആ ഒരു ID കോപ്പി ചെയ്യുക. എന്നിട്ട് ഇവിടുത്തെ ആ നോർമൽ യൂസർ ഉണ്ടല്ലോ അതിൻ്റെ ബാക്ക് അടിക്കുക, ഇവിടെ കൊണ്ട് പേസ്റ്റ് ചെയ്യുക. എന്നിട്ട് ജസ്റ്റ് ഒന്ന് സെൻഡ് ചെയ്യുക. സെൻഡ് ചെയ്യുന്ന ടൈമിൽ ഇവിടെ താഴോട്ട് പോയി നോക്കാം മൈ അക്കൗണ്ട് ലോഗൗട്ട്. സോ ഇപ്പോൾ നിങ്ങൾക്ക് ഇവിടെ കാണാൻ പറ്റും യൂസർ കാർലോസ് എന്ന് പറഞ്ഞിട്ട് അയാളുടെ API കീ നമുക്കിവിടെ ഫൈൻഡ് ചെയ്യാൻ കിട്ടിക്കഴിഞ്ഞു. സോ ജസ്റ്റ് ഒന്ന് കോപ്പി ചെയ്യുക. കോപ്പി ചെയ്തതിന് ശേഷം നമ്മുടെ സബ്മിറ്റ് സൊല്യൂഷൻ എന്ന് പറഞ്ഞ് അവിടെ കൊണ്ട് ഓക്കെ എടുക്കുക. സോ നിങ്ങൾക്ക് ഇവിടെ കാണാം ലാബ് സോൾവർ എന്ന് പറഞ്ഞ് കാണാം. സോ ഇത്രയേ ഉള്ളൂ. ഈ ഒരു രീതിയിൽ നമുക്ക് ഈ ഒരു ലാബ് സോൾവ് ചെയ്യാൻ പറ്റും. നിങ്ങൾക്ക് ഇവിടെ ഇപ്പോൾ നിങ്ങൾക്ക് ഒരു ID കിട്ടിയെന്ന് വിചാരിക്കുന്നു. ഐഡോർ എങ്ങനെയാണ് വർക്ക് ചെയ്യുന്നത്? ഇത് അൺപ്രഡിക്റ്റബിൾ യൂസർ ID ആണ്. എന്ന് വെച്ചാൽ നമുക്ക് ഈ ഒരു യൂസർ ID ഒന്നും നമുക്ക് പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റില്ല. കാര്യം ഇത്രയും ലോങ് ആയിട്ടുള്ളതൊന്നും നമുക്ക് പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റില്ല. സോ
അങ്ങനെയുള്ള ഒരു ഐ ഡി നമുക്ക് ഈ ഒരു രീതിയിൽ അവരെന്തെങ്കിലും ബ്ലോഗ് എഴുതിയിട്ടുണ്ടെങ്കിലോ അത് റീഡ് ചെയ്യുമ്പോൾ, അല്ലെങ്കിൽ ആ ഒരു യൂസറിനെ ക്ലിക്ക് ചെയ്യുന്ന ടൈമിലോ, ഇല്ലെങ്കിൽ ആ യൂസർ എന്തെങ്കിലും കമൻറ്റ് ഇട്ടിട്ടുണ്ടെങ്കിലോ അങ്ങനെയൊക്കെ വേണമെങ്കിൽ നമുക്ക് ആ ഒരു യൂസറിൻ്റെ ഐ ഡി നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റും. സോ ആ ഒരു എക്സാമ്പിളാണ് ഇവിടെ നിങ്ങൾക്ക് സോൾവ് ചെയ്ത് കാണിച്ചു തന്നത്. നെക്സ്റ്റ് നമുക്ക് കൊടുക്കുക. സോ ജസ്റ്റ് ഒന്ന് റിഫ്രഷ് അടിക്കുക. സോ സോൾവ് ആണ്. കണ്ടിന്യൂ ക്ലിക്ക് ചെയ്യുക. ഓക്കെ, കണ്ടിന്യൂ ക്ലിക്ക് ചെയ്യുന്ന ടൈമിൽ നമുക്ക് ഈ അടുത്ത നെക്സ്റ്റ് ഓക്കെ. സോ നെക്സ്റ്റ് നമുക്ക് ഹൊറിസോണ്ടൽ ടു വെർട്ടിക്കൽ പ്രിവിലേജ് എസ്കലേഷൻ. ഇതെന്താണെന്ന് വെച്ചാൽ നമുക്കിപ്പോൾ ഹൊറിസോണ്ടൽ പ്രിവിലേജ് എസ്കലേഷൻ നമ്മൾ കണ്ടു, വെർട്ടിക്കൽ പ്രിവിലേജ് എസ്കലേഷൻ എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞു. ഓക്കെ, ഇതെന്ന് വെച്ചാൽ നമ്മൾ നോർമലി ഒരു യൂസറായിട്ട് ലോഗിൻ ചെയ്ത് ഒരു അഡ്മിനായിട്ട് ലോഗിൻ ചെയ്തിട്ട് നോർമൽ യൂസറായിട്ട് ലോഗിൻ ചെയ്ത് അതിൽ നിന്ന് നമ്മളൊരു അഡ്മിൻ്റെ പ്രിവിലേജ് എടുക്കുന്നതിനെയാണ് നമ്മൾ ആ ഒരു വെർട്ടിക്കൽ പ്രിവിലേജ് എസ്കലേഷൻ എന്ന് പറയുന്നത്. ഹൊറിസോണ്ടൽ ടു വെർട്ടിക്കൽ പ്രിവിലേജ് എസ്കലേഷൻ എന്ന് പറയുന്നത്. ആ ഒരു ലാബ് എങ്ങനെയാണ് സോൾവ് ചെയ്യണമെന്ന് നോക്കാം. സോ ഇതും കൂടെ കഴിയുമ്പോൾ നമ്മുടെ ആ ഒരു ബ്രോക്കൺ ആക്സസ് കൺട്രോളിൻ്റെ ലാബ് കംപ്ലീറ്റ്ലി സോൾവ് ആവും. ആ ഒരു സീരീസ് കംപ്ലീറ്റ് ആവും. സോ നമുക്ക് അതെങ്ങനെയാണ് നോക്കാം. ഇവിടെ നിങ്ങൾക്ക് കാണാൻ പറ്റും. ഇവിടെ നമുക്ക് ആ ഒരു റിക്വസ്റ്റ് പാരാമീറ്റർ പാസ്വേഡ് ഡിസ്ക്ലോസ് ആവും. ആ ഒരു പാസ്വേഡ് വെച്ചിട്ട് അഡ്മിനായിട്ട് ലോഗിൻ ചെയ്യണം. അതിനുശേഷം കാർലോസ് എന്ന് പറയുന്ന ആ ഒരു യൂസറിനെ ഡിലീറ്റ് ആക്കണം. ഓക്കെ, സോ ഇനി നമുക്ക് അതെങ്ങനെയാണ് ചെയ്യേണ്ടതെന്ന് നോക്കാം. അതിനുവേണ്ടി ജസ്റ്റ് ആക്സസ് ലാബ് ക്ലിക്ക് ചെയ്യുക. ഇവിടെ നമുക്ക് സൊല്യൂഷൻ തന്നിട്ടുണ്ട് എന്താണ് ചെയ്യേണ്ടതെന്നുള്ള കാര്യങ്ങളൊക്കെ. ഓക്കെ, സോ നമുക്ക് ഡയറക്റ്റ് ലാബ് ആക്സസ് ചെയ്യാം. എന്നിട്ട് ഇവിടെ നമുക്ക് ആ ഒരു യൂസറിൻ്റെ യൂസർ നെയിമും പാസ്വേഡും തന്നിട്ടുണ്ട്. നമ്മൾ ഈ ഒരു യൂസറായിട്ടാണ് ലോഗിൻ ചെയ്ത് കയറേണ്ടത്. ഓക്കെ, സോ ഇതാണ് നമ്മുടെ ആ ഒരു ലാബ്. ജസ്റ്റ് മൈ അക്കൗണ്ട് ഇപ്പോൾ നമുക്ക് ഇൻ്റർസെപ്ഷൻ ഓൺ ആക്കി വയ്ക്കാം. ഓക്കെ, നമ്മൾ കഴിഞ്ഞ ലാബിൻ്റെ അത് ഫുള്ള് ഡിലീറ്റ് ആക്കാം. ഓക്കെ, ഇവിടെ നിങ്ങൾക്ക് കാണാം. ജസ്റ്റ് ആ ഒരു കോപ്പി ചെയ്യുക. ഇവിടെ വന്നിട്ട് നമുക്ക് ലോഗിൻ ചെയ്യാം. ജസ്റ്റ് എ സെക്കൻഡ്. ഓക്കെ, ഇൻ്റർസെപ്ഷൻ ഓഫ് ആക്കിയിട്ടുണ്ട്. നമുക്ക് ലോഗിൻ ക്ലിക്ക് ചെയ്യുന്ന ടൈം മുതൽ നമുക്ക് ഇൻ്റർസെപ്ഷൻ ഓൺ ആക്കാം. സോ ഇവിടെ ഞാൻ വന്നിട്ട് യൂസർ നെയിം പാസ്വേഡും കൊടുത്തു. അതിനുശേഷം ലോഗിൻ ക്ലിക്ക് ചെയ്തു. ലോഗിൻ ക്ലിക്ക് ചെയ്യുന്ന ടൈമിൽ ഫോർവേഡ് അടിക്കുക. ഓക്കെ, ഇവിടെ നിങ്ങൾക്ക് കാണാം ഗെറ്റ് മൈ അക്കൗണ്ട് ID ആ ഒരു യൂസർ നെയിം വന്ന് പാസ് ചെയ്തിട്ടുണ്ട്. സോ ജസ്റ്റ് നമുക്കിത് കൊടുത്തിട്ട് റിപ്പീറ്റിലോട്ട് കൊടുത്തിട്ട് നമുക്ക് സെൻഡ് കൊടുക്കുക. ഓക്കെ, ഇവിടെ നിങ്ങൾക്ക് കാണാൻ പറ്റുന്ന ഒരു കാര്യമാണ് മൈ അക്കൗണ്ട് ലോഗൗട്ട് യൂസർ നെയിം എന്ന് പറഞ്ഞാൽ യൂസർ നെയിം വന്നിട്ടുണ്ട്, ഇമെയിൽ ID, അതുപോലെ എന്താണ് ഇവിടെ CSRF ടോക്കൺ, പാസ്വേഡ് എന്ന് പറഞ്ഞിട്ട് ഇവിടെ നിങ്ങൾക്ക് കാണാം ഇൻപുട്ട്, ഹിഡൻ പാരാമീറ്റർ, വാല്യൂ എന്ന് പറഞ്ഞൊരു കാര്യം കൊടുത്തിട്ടുണ്ട്. ഇവിടെ നിങ്ങൾക്ക് കാണാം ഇൻപുട്ട്, പാസ്വേഡ്, നമ്മൾ നേരത്തെ കൊടുത്ത പാസ്വേഡ് ഇവിടെ നമ്മൾ കോപ്പി ചെയ്ത സെയിം പാസ്വേഡാണ് ഇവിടെ പാസ്വേഡ് എന്ന് പറഞ്ഞിട്ട് അതിൻ്റെ ആ ഒരു വാല്യൂകൾ കാണുന്നത്. സോ ഇപ്പോൾ നിങ്ങൾക്ക് ഇവിടെ കാണാം ഈ ഒരു യൂസറിൻ്റെ പേര് കൊടുത്തപ്പോൾ നമുക്ക് ആ ഒരു യൂസറിൻ്റെ പാസ്വേഡ് ഇവിടെ കാണാൻ പറ്റി, ആ ഒരു വാല്യൂ എന്ന് പറഞ്ഞ പാരാമീറ്ററിൽ. നമുക്കൊരു കാര്യം ചെയ്യാം, ഈ ഒരു യൂസറിനെ മാറ്റിയിട്ട് നമുക്ക് അഡ്മിനിസ്ട്രേറ്റർ എന്ന് കൊടുക്കാം. കാര്യം നമുക്ക് നേരത്തെ തന്നെ കണ്ട് നമ്മൾ അഡ്മിനിസ്ട്രേറ്റർ എന്ന് പറഞ്ഞൊരു യൂസർ ഓൾറെഡി ആ ഒരു ബ്ലോഗിൻ്റെ അകത്തുണ്ടെന്നുള്ള കാര്യം. സോ നമ്മൾ ജസ്റ്റ് ബ്രൗസറിൽ പോവാം. ഇവിടെ അഡ്മിനിസ്ട്രേറ്റർ എന്ന പേര് യൂസറിൻ്റെ പേര് കൊണ്ട് പേസ്റ്റ് ചെയ്യാം. ഓക്കെ, സോ അഡ്മിനിസ്ട്രേറ്റർ എന്ന് പറഞ്ഞ് ആ ഒരു യൂസർ നെയിം നമ്മൾ ലോഗിൻ ചെയ്ത യൂസർ നെയിം മാറ്റി അഡ്മിനിസ്ട്രേറ്റർ എന്ന് പറഞ്ഞിട്ട് ജസ്റ്റ് കൊടുത്തിട്ട് ജസ്റ്റ് സെൻഡ് ചെയ്ത് നോക്കാം നമുക്കിവിടെ ആ ഒരു അഡ്മിൻ്റെ പാസ്വേഡ് കിട്ടോ ഇല്ലയെന്ന്. സോ നമുക്ക് താഴോട്ട് പോയി നോക്കാം മൈ അക്കൗണ്ട്. സോ ഇപ്പോൾ നിങ്ങൾക്ക് കാണാം യൂസർ നെയിം അഡ്മിനിസ്ട്രേറ്റർ. സോ നമുക്ക് അഡ്മിനിസ്ട്രേറ്റർ എന്നാണ് ഇപ്പോഴത്തെ യൂസറിൻ്റെ പേര് കാണിക്കുന്നത്. തൊട്ട് താഴെ പോകുമ്പോൾ ഇവിടെ പാസ്വേഡ് പാരാമീറ്റർ, പാസ്വേഡ്. സോ നിങ്ങൾക്ക് ഇപ്പോൾ ഇവിടെ ഒരു പാസ്വേഡ് കിട്ടിയതായിട്ട് നിങ്ങൾക്ക് കാണാം. സോ ഇതാണ് നമ്മളെ ഇപ്പോഴത്തെ പാസ്വേഡ്. ഓക്കെ, സോ ഇപ്പോൾ നമുക്കിവിടെ കാണാം ഇതാണ് ഇപ്പോഴത്തെ നമ്മുടെ പാസ്വേഡ്. നിങ്ങൾക്ക് ജസ്റ്റ് ഒന്ന് ഞാൻ സൂം ചെയ്ത് കാണിച്ചു തരാം. സോ ഇതാണിപ്പോൾ നമുക്ക് അഡ്മിൻ്റെ പാസ്വേഡ് എന്ന് പറഞ്ഞിപ്പോൾ ഇവിടെ നിന്ന് കിട്ടിയത്. സോ നമുക്ക് ഇത് വെച്ച് ലോഗിൻ ചെയ്യാൻ പറ്റുമോ ഇല്ല എന്നുള്ള കാര്യം നോക്കാം. അതിനായിട്ട് ഞാൻ ജസ്റ്റ് കോപ്പി ചെയ്തിട്ട് ഇത് നോട്ട് പാഡിലോട്ടെല്ലാം മാറ്റാം. ഓക്കെ, നോട്ട് പാഡിലോട്ട് ഇട്ടിട്ട് ജസ്റ്റ് ഞാൻ ലോഗൗട്ട് അടിച്ചിട്ട് ജസ്റ്റ് മൈ അക്കൗണ്ട് ക്ലിക്ക് ചെയ്യുക. ഇപ്പം ലോഗിൻ ചെയ്യാൻ വന്നു.
സോ ഞാൻ അഡ്മിനിസ്ട്രേറ്റർ യൂസർ നെയിം അഡ്മിനിസ്ട്രേറ്റർ കൊടുത്തു. അതിനുശേഷം പാസ്വേഡ് എന്നുള്ളത് നമ്മൾ നേരത്തെ ഫൈൻഡ് ചെയ്ത ആ ഒരു പാസ്വേഡ് കോപ്പി ചെയ്യുക, ഇവിടെ കൊണ്ട് പേസ്റ്റ് ചെയ്യുക, ലോഗിൻ ക്ലിക്ക് ചെയ്യുക. സോ നിങ്ങൾക്കിപ്പം കാണാം ഡയറക്റ്റ് ഇപ്പോൾ ഞാൻ അഡ്മിൻ ആക്സസ് കിട്ടിക്കഴിഞ്ഞു. എനിക്ക് ഇപ്പോൾ ഒരു അഡ്മിനായിട്ടാണ് ഞാൻ ലോഗിൻ ചെയ്ത് കയറി. നമുക്ക് നമ്മുടെ ലാബിൽ പറഞ്ഞിരിക്കുന്ന ഡിലീറ്റ് കാർലോസ് എന്ന് പറഞ്ഞ യൂസറിനെ ഡിലീറ്റ് ആക്കിയാൽ ലാബ് സോൾവ് ആവുന്നതാണ്. ജസ്റ്റ് അഡ്മിൻ പാനൽ ക്ലിക്ക് ചെയ്യുക, അതിനുശേഷം കാർലോസ് എന്ന് പറയുന്ന ആ ഒരു യൂസറിനെ ഡിലീറ്റ് ചെയ്യുക. സോ നമ്മുടെ ലാബ് സോൾവ് ആയി. സോ ഈ ഒരു രീതിയിലാണ് നിങ്ങൾക്ക് ആ ഒരു പ്രിവിലേജ് സ്ക്രിപ്ഷൻ കാര്യങ്ങളൊക്കെ ചെയ്യാൻ പറ്റുന്നത്. പിന്നെ നിങ്ങൾ മനസ്സിലാക്കുക, നമ്മുടെ റിയൽ വെബ്സൈറ്റിൽ ഇങ്ങനത്തെ തരത്തിലുള്ള ഇതൊന്നും കിട്ടില്ല. ബിക്കോസ് ഇത് ജസ്റ്റ് നമുക്ക് പറഞ്ഞ് മനസ്സിലാക്കാൻ, നമുക്ക് പഠിപ്പിക്കാൻ വേണ്ടി ഓൾറെഡി ക്രിയേറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന ഒരു വെബ്സൈറ്റാണ്. അതുകൊണ്ടാണ് ഇങ്ങനത്തെ ആ ഒരു രീതിയിലൊക്കെ വൾനറബിലിറ്റിയും കാര്യങ്ങളൊക്കെ കിട്ടുന്നത്. നിങ്ങളുടെ റിയൽ ലൈഫിൽ വെബ്സൈറ്റിൽ ഈ ഒരു രീതിയിലൊന്നും ബഗ് കിട്ടാൻ ഒരു 10% ചാൻസൊക്കെ ഉള്ളൂ. പിന്നെ ഞാൻ നേരത്തെ കാണിച്ചിരുന്ന ഐഡോർ കിട്ടാൻ വേണ്ടിയിട്ട് ഒരു 50 to 70% ചാൻസ് ഉണ്ട്. സോ നിങ്ങൾക്ക് അത് വേണമെങ്കിൽ ചെക്കൗട്ട് ചെയ്യും. ബട്ട് ഇങ്ങനത്തെ വൾനറബിലിറ്റി കിട്ടാൻ ചാൻസ് വളരെ കുറവാണ്. എങ്കിലും കിട്ടില്ലെന്നല്ല, മേ ബി ഡെവലപ്പേഴ്സിൻ്റെ എന്തെങ്കിലുമൊക്കെ ഫോൾട്ട് കാരണം ആ ഒരു വൾനറബിലിറ്റി കിട്ടാൻ ചാൻസ് ഉണ്ട്. ബട്ട് ഒരു 10% ഉള്ളൂ. നിങ്ങൾക്ക് ഫോക്കസ് ചെയ്യാൻ പറ്റുന്ന ഒരു വൾനറബിലിറ്റി ഐഡോർ ആണ്. നിങ്ങൾക്ക് അത് പ്രോപ്പറായിട്ട് ഫോക്കസ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് റിയൽ വെബ്സൈറ്റിലേക്ക് ഫൈൻഡ് ചെയ്യാൻ പറ്റും. ഞാൻ അത് ബഗ് ബൗണ്ടി സീരീസ് വരുമ്പോൾ കംപ്ലീറ്റ്ലി ഞാൻ പറഞ്ഞുതരാം. ഓക്കെ, സോ ഇതാണ് നമ്മുടെ ആ ഒരു ആക്സസ് കൺട്രോൾ ലാബ് നമ്മൾ 12 സോൾവ് ചെയ്ത് കഴിഞ്ഞു. നിങ്ങളും എൻ്റെ കൂടെ തന്നെ സോൾവ് ചെയ്തെന്ന് വിശ്വസിക്കുന്നു. ഇല്ലെങ്കിൽ ജസ്റ്റ് ഈ ഒരു വീഡിയോ കണ്ട് ചെയ്തു നോക്കുക. വളരെ സിമ്പിളാണ്, നിങ്ങൾക്ക് ഒരുവിധം കാര്യങ്ങളൊക്കെ മനസ്സിലാവും. അതുകൊണ്ട് തന്നെ നിങ്ങൾ ചെയ്യാൻ ശ്രമിക്കുക. ഈ ഒരു വീഡിയോ ലെങ്തി ആയെന്ന് എനിക്കറിയാം. ബിക്കോസ് നമ്മൾ ജസ്റ്റ് ഒന്ന് ഈ ഒരു ബ്രോക്കൺ ആക്സസ് കൺട്രോൾ കംപ്ലീറ്റ് ആക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ കുറച്ച് സ്പീഡായിട്ട് പറഞ്ഞത്. അതുപോലെ ഇത്രയും ലെങ്തി ആയതും. നമ്മൾ നെക്സ്റ്റ് വീഡിയോയിൽ നമ്മൾ ഒതൻറ്റിക്കേഷൻ റിലേറ്റഡ് വൾനറബിലിറ്റിയും കാര്യങ്ങളൊക്കെയാണ് നോക്കാൻ പോകുന്നത്. സോ നിങ്ങൾ ഇത്രയും ദിവസം ഞാൻ പറഞ്ഞ കാര്യങ്ങളൊക്കെ പ്രോപ്പറായിട്ട് ചെയ്തു നോക്കുക. ബർപ്പ് സ്യൂട്ട് ഇൻസ്റ്റാൾ ചെയ്യുമെങ്കിൽ ഇൻസ്റ്റാൾ ചെയ്യുക. അതിലെന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ജസ്റ്റ് ഇൻസ്റ്റാഗ്രാമിൽ മെസ്സേജ് അയക്കുക, ഞാൻ നിങ്ങൾക്ക് സോൾവ് ചെയ്യാൻ ഹെൽപ്പ് ചെയ്യാം. അതുപോലെ ഞാൻ ടെലിഗ്രാം ചാനൽ തുടങ്ങിയിട്ടുണ്ട്. അതിൽ ഞാൻ ബഗ് ബൗണ്ടി റിലേറ്റഡ് ഇല്ലെങ്കിൽ എത്തിക്കൽ ഹാക്കിംഗ് റിലേറ്റഡ് ഫ്രീ സർട്ടിഫിക്കറ്റ് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഞാൻ നിങ്ങൾക്ക് അതിൽ ഷെയർ ചെയ്ത് തരുന്നതാണ്. സോ ജസ്റ്റ് ആ ഒരു ചാനലിൽ കൂടെ ജസ്റ്റ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ടെലിഗ്രാമിൽ. സോ ഇന്നത്തെ വീഡിയോയിൽ ഇത്രയേ ഉള്ളൂ. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. പിന്നെ ഞാൻ എല്ലാ വീഡിയോയിലും പറയും പോലെ ഫ്രണ്ട്സോ ഫാമിലി മെമ്പേഴ്സോ ആരെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ അവർ കൂടെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. സോ ദാറ്റ്സ് ഇറ്റ്. ബൈ.